ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡയറ്റ് ചെയ്യുന്നവർക്കും പ്രത്യേകിച്ചും പ്രമേഹം കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും നല്ല ദഹനത്തിനും വെയിറ്റ് കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്ന ബാർലി വെച്ചിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി റെസിപ്പിയാണ് ഇത്. നിങ്ങൾക്ക് ഹെൽത്തി മീലായിട്ടോ ലൈറ്റ് ഡിന്നറായിട്ടോ എനർജി ഫുഡായിട്ടോ കഴിക്കാവുന്ന വളരെ ന്യൂട്രീഷ്യസും ഫൈബർ റിച്ചുമായിട്ടുള്ള സൂപ്പ് കൂടിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഇവിടെ ഞാൻ അരക്കപ്പ് ബാർലി നന്നായി വാഷ് ചെയ്ത് 1 മണിക്കൂറോളം സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാർലിയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഇതിൽ ധാരാളം ഫൈബറും മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ളതിനാൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒപ്പം ശരീരത്തെ ഇൻഫ്ലമേഷൻ തടയാനും ഡൈജഷൻ ഒന്ന് സ്മൂത്താക്കാനും വയറ് കൂടുതൽ നേരം നിറഞ്ഞിരിക്കാനും ഇത് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താം. നന്നായി ഡ്രെയിൻ ചെയ്തെടുത്ത ബാർലി ഒരു കുക്കറിലേക്കിട്ട് പാകത്തിനുപ്പും വേവാൻ ആവശ്യമായ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ലോ ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ബാർലിയൊക്കെ നന്നായി തന്നെ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ സൂപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി അല്പം കടിക്കത്തക്ക വിധം വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ബാർലി ഈ സമയത്ത് മാറ്റി വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ നേരെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇനി സൂപ്പിന് ആവശ്യമായ ഒരു മസാല പെട്ടെന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് അല്പം ബട്ടർ തൂക്കി കൊടുത്ത് 1 ടീസ്പൂൺ ക്യൂമിൻ സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ കുറച്ച് ചെറിയുള്ളിയൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൂടെ തന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സൂപ്പിന് പറ്റിയ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ബോയിൽഡ് ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീൻസ്, കോണൊക്കെയാണ്. നമ്മുടെ വെജിറ്റബിൾസ് ഒരുപാട് അങ്ങ് കുക്കായി പോകേണ്ട, 2 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിനൊപ്പം എരിവിനാവശ്യമായ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്തെടുത്ത നമ്മുടെ ബാർലി മിക്സ് കൂടെ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ബോയിൽ ചെയ്തെടുത്ത ബാർലി വെള്ളം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സൂപ്പ് വെയിറ്റ് ലോസ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും പ്രത്യേകിച്ചും ഡയബറ്റിക് ഫ്രണ്ട്ലി മീൽ അന്വേഷിക്കുന്നവർക്കും ബാർലി നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. കൂടാതെ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ബോഡിയിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നതുമാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് ബാർലിയുടെ വെള്ളം കുടിക്കാം. പ്രത്യേകിച്ചും നമ്മുടെ ശരീരത്തിലെ ക്ഷീണം കുറയ്ക്കാനും അതേപോലെ ബാർലിയുടെ കഞ്ഞി കുടിക്കുന്നത് എനർജി നൽകാനും ഡൈജഷൻ മെച്ചപ്പെടുത്താനും നല്ലതാണ്. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബാർലിയും വെജിറ്റബിൾസൊക്കെ നന്നായി തന്നെ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് ലെമൺ ജ്യൂസും മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും ഫൈബർ റിച്ചുമായ നമ്മുടെ ബാർലി സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വെയിറ്റ് ലോസ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ഷുഗർ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കൊളസ്ട്രോൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും ഇത് വളരെ നല്ല ഹെൽത്തി ഓപ്ഷൻ കൂടിയാണ്. ബാർലിയിലെ ഫൈബർ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും വയറ് കൂടുതൽ നേരം നിറഞ്ഞിരിക്കാനും കൂടാതെ ശരീരത്തിലെ ക്ഷീണം കുറയ്ക്കാനും എനർജി നൽകാനും ബാർലി ഡ്രിങ്ക് വളരെ നല്ലതാണ്. ഡയറ്റ് സ്പെഷ്യൽ ഒരുപാട് ബാർലി റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.